എന്റെ സാറേ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കുട്ടന് ഇനി എന്ത് കേസാ ഞാൻ തരാം. സാർ, ഇന്നെൻ്റെ ഡ്യൂട്ടി ലാസ്റ്റാ. ഒരു മാസം ഞാൻ ലീവിലാ. ആ, ദുബായിക്ക് പോകണല്ലേ? ഒരു 15 ദിവസം. സാറേ, എന്തെങ്കിലും കേസിന്റെ കാര്യത്തിനാണോ? അല്ലടോ, വെറുതെ ഒന്ന് കറങ്ങാൻ. കുട്ടൻ പോകുന്നോ ദുബായിക്ക്? കുട്ടനെ എടുക്കട്ടെ ഒരു വിസിറ്റ് വിസ? വേണ്ട സാറേ. കുട്ടൻ ഒരു ദിവസം പോവും സാറേ. അതിന് ടിക്കറ്റും വിസയും പാസ്പോർട്ടും ഒന്നും വേണ്ട. ഇങ്ങനെയൊരു സാധു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. ഓ, ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മറക്കാത്തത് ഭാഗ്യം. നീ ഞാൻ പറയണൊന്ന് കേക്ക്. ഓ, എന്റെ ദൈവമേ, വല്ലാത്തൊരു മഴ. ഞാൻ പറഞ്ഞു വന്നതേ, ആ രാഘവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏത് രാഘവൻ? നമ്മുടെ കള്ളൻ രാഘവൻ. ആ, ഇനി അവനെ കള്ളന്നൊന്നും വിളിക്കണ്ട. അവൻ നല്ലവനാ, മഹാസാധു. നമ്മുടെ മോന്റെ കാര്യം പറഞ്ഞോന്നാ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത്. ഓ, എന്നിട്ട് അവൻ എന്ത് പറഞ്ഞതാ? മോന്റെ കാര്യം കുറേ സംസാരിച്ചു. സാറിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ മനുഷ്യനാണോന്ന്. ഓ, സമാധാനായി. ആ, കുറച്ച് സമയം പിടിക്കും. ആ, ഒരു പോലീസുകാരന്റെ മോനല്ലേ, എവിടെയെങ്കിലും നല്ലൊരു ജോലി ശരിയാക്കാനായിരിക്കും. ആ, അപ്പൊ ഒരു പോലീസുകാരന്റെ വില നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല? ഓ, അത് പിന്നെ അറിയാല. ആക്രിക്കാർക്ക് കൊടുത്താലും വില കിട്ടാത്ത ചില പോലീസുകാരുണ്ട്. അയ്യോ, ആ സാറേ പറഞ്ഞോ. ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മോന്റെ കാര്യം ഒന്ന് ശരിയാക്കണട്ടാ. അതിനെന്താ സാറേ, അത് കുഴപ്പമില്ല. ആ, പിന്നെ രാഘവ, ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് നിന്നെ വിളിച്ചതേ. നമ്മുടെ SI സാറേ ദുബായിക്ക് വന്നിട്ടുണ്ട്. നീ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ. ആ ആ ഉവ്വ, അത് മതി, അത് മതി. ഇന്ന് തന്നെ ഞാൻ പോയി കാണാം. ശരിയടാ. ആ, മതി മതി. ആ ആ പിന്നെ SI സാറിന്റെ നമ്പറേ ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് സെൻഡ് ചെയ്ത് തരാം. ആ, മൊബൈൽ നമ്പർ സെൻഡ് ചെയ്തോ. ശരി സാറേ. ഹലോ. ഹലോ സാറേ, ഞാൻ രഘുവാണ്. നമ്മുടെ കുട്ടൻ സാറ് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. സാറിപ്പോ എവിടെയുള്ളത്? ഞാനിപ്പോ ബുർജ് ഖലീഫയുടെ ഓപ്പോസിറ്റ് ഉണ്ട്. ആ അതെ, ഞാൻ കുറച്ചു നേരം ഇവിടെ കാണും. സാറിനൊന്ന് നേരിട്ട് കാണാനാണ്. ആ, സാറിപ്പോ ഉള്ള ലൊക്കേഷൻ ഒന്ന് അയക്കോ, ഞാൻ അവിടെ വരാം. ആ, ഓക്കെ സാർ, ഓക്കെ. രാഘവ, എങ്ങനെയുണ്ട് ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ മുതലാളി ആയാലേ? നീ നമ്മളൊക്കെ മറന്നല്ലേ? നിന്നങ്ങനെ മറക്കാൻ പറ്റുമോ? നീയില്ലെങ്കിൽ ഞാൻ ആ പഴയ കള്ളൻ രാഘവൻ തന്നെ. നമ്മളെ കള്ള. സാറ് വന്നിട്ട് കുറെ സമയമായോ? ഞാൻ കുറച്ചു നേരമായിട്ടുള്ളൂ. ഇത് സാറിന് എൻ്റെ വക ഒരു ഗിഫ്റ്റ്.
നിന്റെ ആവശ്യമുണ്ടായിരുന്നു രഘു. എൻ്റെ ഒരു സന്തോഷത്തിന്. തൻ്റെ ഒരു കാര്യം. പിന്നെ സാറേ അതിൽ നമ്മുടെ കുട്ടൻ സാറിന് ഒരു മൊബൈൽ വെച്ചിട്ടുണ്ട്. അത് ആയിക്കോട്ടെ. സാറ് അദ്ദേഹത്തിന് ഒന്ന് എത്തിച്ചു കൊടുക്കണം. അതെ സാറേ, പിന്നെ സാറിനോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പറയടോ. സാറേ, എന്നെ രഘു എന്നാണ് വിളിക്കുന്നതെങ്കിലും എൻ്റെ പേര് രാഘവൻ എന്നാണ്. രാഘവൻ. ഇനി സാറിനറിയാവുന്ന രീതിയിൽ പറയാം, കള്ളൻ രാഘവൻ. നീ അതെ സാറേ, ആ കുട്ടൻ സാറിനെ പറ്റിച്ച നിർഭാഗ്യവാനായ കള്ളൻ, അല്ല ഭാഗ്യവാനായ കള്ളൻ, അത് ഞാനാണ്. സാർ എന്നോട് ക്ഷമിക്കണം സാറേ. ഞാൻ തന്നൊന്ന് പിടിക്കാഞ്ഞത് നന്നായില്ലടോ. പിന്നെ ഈ ബിസിനസ്സുകാരനായതിൻ്റെ പുറകിൽ ഒരു സുഹൃത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥയുണ്ട് സാറേ. ആ കേസ് ഞങ്ങളങ്ങ് ഒതുക്കി തീർത്തു. നന്നായി. തന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല, ആ പാവം മനുഷ്യൻ അയാളെ ജോലി തിരിച്ചിട്ടാൻ വേണ്ടി. ഇങ്ങനെ ഒരു സാധു മനുഷ്യൻ. അത് സാറേ, ഒരു പാവം. താൻ നാട്ടിൽ വരുമ്പോ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിനാ സാറേ? പേടിക്കണ്ടോ, വെറുതെ ഒന്ന് കാണാൻ. ആ ആ ആ എന്നാ ശരി സാറേ, ഓക്കെ സാറേ. എന്നാൽ നമുക്ക് നാളെ കാണാം. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരി. ആ പിന്നെ നാളെ എന്നെ ഒന്ന് എയർപോർട്ടിലാക്കി തരണം. ആ ബുദ്ധിമുട്ടും കൂടി തനിക്കിരിക്കട്ടെ. അതിനെന്താ സാറേ, ഞാൻ വരും. നാളെ അച്ഛനെത്തും. അച്ഛനെ കണ്ടിട്ട് അതെ, നാളെ സ്കൂളിൽ പോണ്ട കേട്ടോ. നമുക്ക് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോണ്ടേ? ആ എനിക്ക് എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാലോ. പിന്നെ അവൻ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് അവൻ എന്നെ കാണണമെന്ന്. നീ പേടിക്കണ്ടാ, അവനിങ്ങോട്ട് വരട്ടെ. പിന്നല്ലാണ്ട് എന്തായാലും അവന്റെ കാര്യത്തിലേ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. വെള്ളം കുറച്ച് കഴിക്കാം. നമ്മളൊക്കെ കണ്ടാലേ പിന്നെ അവന് ഇങ്ങോട്ട് വരില്ല. പിന്നല്ലാണ്ട് പിന്നെ ഒരു ഗൾഫുകാരൻ, അവനെ ഞാൻ പിന്നല്ലാണ്ട് ബൈക്കിന്റെ ഒച്ച കേൾക്കണ്ടല്ലടാ. ഇവനാണോ? ആ ഇവൻ തന്നെ. ഇതൊരു മുതലാണല്ലടാ. നിന്റെ കയ്യിൽ തെങ്ങേറാൻ തളപ്പുണ്ടോടാ? എന്തിന്? നിനക്ക് തെങ്ങുമ്മൽ കയറായിരുന്നു. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അടുത്തെത്താറായി, ഓടിയാലോ? അതാ നല്ലത്.
ഞാനേ അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണാൻ പോവാ. എല്ലാവരും ഉണ്ടല്ലോ. ഇവരല്ലടാ നമ്മുടെ ചന്ദ്രന്റെ കള്ളു ഷാപ്പിൽ ഉണ്ടാവാറുള്ളവര്. ഏയ് ഞങ്ങളല്ല. വിട്ടാലോ രാഘവ, വെറുതെ സീൻ ഉണ്ടാക്കരുത്. എടാ നിങ്ങളിങ്ങോട്ട് വന്നടാ, നമുക്കൊന്ന് കൂടണ്ടാ. ആ നമുക്ക് കൂടി പിന്നെ കൂടണം. പിന്നെ നിങ്ങൾ നമ്മളെ ചന്ദ്രേട്ടൻ്റെ കള്ളു ഷാപ്പിലേക്ക് കിട്ടോ, ഞങ്ങളങ്ങോട്ട് വരാം. ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. ശരി. ആ വാടാ. ആ ഞാനടി വാടാ. നിങ്ങൾ വിട്ടോ, ഞാനും അവനും കൂടി ഒരുമിച്ച് വരാം. നമുക്ക് പോവാം. ഇവന്മാരുടെ കാര്യമൊക്കെ ഇത്ര ഉള്ളൂടാ. അവരെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. രാഘവ, നീ കളിക്കല്ലേ. നിന്നെ പലപ്പോഴും ഞാൻ രക്ഷിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാടാ. എടാ, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളാണ്. മേടിക്കടാ. നിനക്കുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. എല്ലാം മറന്ന് നീ ഇത് കൊണ്ട് തന്നല്ലോ. എല്ലാരും പറഞ്ഞല്ലേ പേടിപ്പിച്ചടാ രാഘവ. സാറിലടാ. ആരാ? ബാലു അല്ലേ? അമ്മ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. അച്ഛൻ്റെ കുറച്ച് പേപ്പർ ശരിയാക്കാൻ വേണ്ടി പുറത്തു പോകാൻ നിൽക്കാം, ഞാൻ വിളിക്കാം. അമ്മേ വാ. ഞാൻ രാഘവനല്ലേ? നിന്നെ കാണണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നേരിട്ട് കണ്ട് മാപ്പ് പറയണമെന്ന് ഞാനും. എന്നും പതിവ് പോലെ ഞാൻ ചായ കൊണ്ടുവന്ന് കൊടുത്തു. എന്താ അമ്മേ? പെട്ടെന്ന് കുഴഞ്ഞു വീഴായിരുന്നു, ഹോസ്പിറ്റലിൽ എത്തിയില്ല. എന്തു പറയണം, എങ്ങനെ സമാധാനിപ്പിക്കണം എന്നെനിക്കറിയില്ല. നീ വിഷമിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെ ഇത് നിന്റെ വിസയാണ്. ഫോൺ ചെയ്യുമ്പോഴൊക്കെ സാറ് നിന്റെ വിസയുടെ കാര്യം പറയുമായിരുന്നു. പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം. ഇത് തന്നെ ധാരാളം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവന്റെ ഒരു ജോലി. പിന്നെ ഇത് ഞാൻ പലപ്പോഴായി സാറിന് വേണ്ടി വാങ്ങിവെച്ച സാധനങ്ങളാണ്. ഞാനിനി പിന്നെ വരാം. Ha ha ha!